നമസ്കാരം. തദ്ദേശ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് CCTV സംഘടിപ്പിക്കുന്ന സ്കെയിൻ തദ്ദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കാട്ടകമ്പാൽ പഞ്ചായത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലമാണ് ഡെസ്ക് ഇന്ന് ചർച്ച ചെയ്യുന്നത്. കാട്ടകമ്പാൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, കാളിധാരിക യുദ്ധത്തിന് പ്രസിദ്ധമായ ഒരു ഗ്രാമമാണ്. ജാതിമത ഭേദമന്യേ വിവിധ സംസ്കാരങ്ങൾ ഭദ്രമായി സൂക്ഷിക്കുന്ന ഒരു പ്രദേശം, കവുങ്ങ് കൃഷിക്ക് ഏറെ പ്രാധാന്യമുള്ള ഒരു പ്രദേശം കൂടിയാണ് കാട്ടകമ്പാൽ. കാട്ടകമ്പാലിനെ കുറിച്ചുള്ള ഒരു ലഘു ദൃശ്യാവിഷ്കാരം കണ്ടതിനു ശേഷം രാഷ്ട്രീയ പശ്ചാത്തലത്തിലേക്ക് തിരിച്ചെത്താം. നൂറ്റാണ്ടുകളുടെ ചരിത്രമുറങ്ങുന്ന മണ്ണാണ് കാട്ടകമ്പാലിന്റേത്. ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി പ്രഖ്യാപിച്ച വെട്ടുകൽ ഗുഹ കാട്ടകമ്പാലിന്റെ യശസ് ഉയർത്തിപ്പിടിക്കാൻ പോന്നതാണ്. ഇതിനു പുറമെ ആയിരങ്ങൾക്ക് മുൻപിൽ കാളിയും ദാരികനും തമ്മിലുള്ള യുദ്ധത്തിന്റെ പ്രതീതി സൃഷ്ടിക്കുന്ന പൂരവും, 3000-ലേറെ അംഗങ്ങളുള്ള സെന്റ് മേരീസ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ച്, മറ്റ് ക്രൈസ്തവ സഭകൾ വേറെയും, അങ്ങനെ വിവിധങ്ങളായ സംസ്കാരം തെല്ലും മാറ്റുപോകാതെ ജാതിമത ഭേദമന്യേ കാട്ടകമ്പാലിന്റെ മണ്ണിൽ ഭദ്രമാണ്. ചുറ്റും കോൾപ്പാടങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു കാർഷിക ഗ്രാമം കൂടിയാണ് കാട്ടകമ്പാൽ. കേരളത്തിൽ ഏറ്റവുമധികം കവുങ്ങ് കൃഷി ഉണ്ടായിരുന്ന മേഖലയും കാട്ടകമ്പാലിന്റേതാണ്. എന്നാൽ ഭൂമിവില വർദ്ധിച്ചതും അടയ്ക്കവില കുറഞ്ഞതും മഞ്ഞളിപ്പ് രോഗബാധയുമെല്ലാം കവുങ്ങ് കൃഷിയെ കാര്യമായി ബാധിച്ചു. പുരാതനമായ അടയ്ക്ക മാർക്കറ്റും കാട്ടകമ്പാലിന്റെ സവിശേഷതയാണ്. പഞ്ചായത്തിലെ ജനസംഖ്യാ കണക്ക് പരിശോധിക്കുമ്പോൾ ആകെ വരുന്നത് 24,292 പേരാണ്. ഇതിൽ 11,770 പുരുഷന്മാരും 12,522 സ്ത്രീകളുമാണ് വരുന്നത്. 1995 മുൻപ് UDF അടക്കിവാണിരുന്ന പ്രദേശമാണ് കാട്ടകമ്പാലിന്റേത്. അക്കാലയളവിൽ നാമമാത്രമായ 1-2 സീറ്റ് മാത്രമാണ് LDFന് കിട്ടിയിരുന്നുള്ളൂ. BJPക്ക് സ്വാധീനം നന്നേ കുറവുമായിരുന്നു. എന്നാൽ 95 ശേഷം സീറ്റ് വളരെ വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ LDFന് കഴിഞ്ഞു. കോൺഗ്രസിനിടയിലെ ഗ്രൂപ്പ് കളിയാണ് തങ്ങളുടെ സ്വാധീന കേന്ദ്രങ്ങളിൽ വിനയായതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. 2015 തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുമ്പോൾ LDF കാട്ടകമ്പാൽ പഞ്ചായത്തിൽ വളരെ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ച കാഴ്ചയാണ് കാണാനായത്. ആകെ വരുന്ന 16 സീറ്റിൽ 12 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിടിച്ചെടുത്തപ്പോൾ കേവലം 4 സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് നേടാനായത്. ഇനി കാട്ടകമ്പാൽ പഞ്ചായത്തിന്റെ ഒരു പൊളിറ്റിക്കൽ സ്റ്റാറ്റസിലേക്ക് വരുമ്പോൾ, നിലവിൽ അവിടെ LDF ഭരണമാണ്. എന്നിരുന്നാൽ പോലും UDFന് ആധിപത്യം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ UDFന്റെ കോട്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പഞ്ചായത്തായിരുന്നു 95 വരെ കാട്ടകമ്പാൽ. അതിനുശേഷമാണ് LDF അധികാരത്തിൽ കയറി തുടങ്ങിയത്. നിലവിൽ കോൺഗ്രസിന് 4 സീറ്റിൽ ഒതുങ്ങേണ്ടി വന്ന ഒരു അവസ്ഥ. കഴിഞ്ഞകാല രാഷ്ട്രീയ പശ്ചാത്തലം നമുക്ക് എങ്ങനെ അവലോകനം ചെയ്യാം? രമ്യ പറഞ്ഞതുപോലെ കാട്ടകമ്പാൽ പഞ്ചായത്ത് രൂപീകരണ കാലം മുതൽ 95 വരെ കോൺഗ്രസിന്റെ സ്വാധീന മേഖലയായിരുന്നു. ഭരണം കോൺഗ്രസ് തന്നെ മാറി മാറി വരുന്ന ഒരു സ്ഥിതിയായിരുന്നു. പിന്നീടാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ആ മേഖലയിൽ വലിയ സ്വാധീനം ചെലുത്തുകയും വേരോട്ടം വരികയൊക്കെ ചെയ്തത്. പിന്നീട് മാറി മാറി ഇടത് വലത് മുന്നണികൾ വരുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. അപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF വിജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗീയ ഭൂരിപക്ഷമായിരുന്നു. 16 അംഗ ഭരണസമിതിയിൽ 12 സീറ്റ് കിട്ടി. 10 സീറ്റ് CPM കിട്ടി, 2 സീറ്റ് CPIക്ക് കിട്ടി. കോൺഗ്രസിന് 4 ഒതുങ്ങേണ്ടി വന്നു. അപ്പൊ ഇത്രയും സ്വാധീന മേഖലയിൽ പോലും കോൺഗ്രസിന് അന്ന് ഒതുങ്ങേണ്ടി വന്നത് ഒരുപക്ഷെ ഒരുപാട് വിമത സ്ഥാനാർത്ഥികൾ പല വാർഡുകളുണ്ടായിരുന്നു. മുന്നണി സംവിധാനത്തിലല്ല കഴിഞ്ഞ തവണ മത്സരിച്ചത്. സാധാരണഗതിയിൽ അവിടെ UDF എന്ന് പറയുമ്പോൾ ലീഗിന് സ്വാധീന മേഖലയുണ്ട്, മുസ്ലിം ഭൂരിപക്ഷ മേഖലയുണ്ട്, ന്യൂനപക്ഷങ്ങളുടെ. അപ്പോൾ ലീഗ് സ്ഥാനാർത്ഥികൾ ചില വാർഡുകളിൽ മാറി നിന്ന് കോൺഗ്രസ് ഔദ്യോഗിക സ്ഥാനാർത്ഥികളിൽ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് കോൺഗ്രസിൽ എപ്പോഴും സംഭവിക്കുന്ന പോലെ വിമത സ്ഥാനാർത്ഥികളുടെ ഒരു സജീവമായ ഒരു സാന്നിധ്യം പല വാർഡുകളും ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഭരണവിരുദ്ധ വികാരം ഒരു പക്ഷേ കഴിഞ്ഞ തവണ വിജയിച്ചത് UDF ആയിരുന്നു. പൊതുവിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ സംസ്ഥാന സർക്കാരും ആ സമയത്ത് UDF ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു എതിർ വികാരം ഒരു പക്ഷേ ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം 4 സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നത്. എങ്കിൽ പോലും ശക്തമായ സ്വാധീനം കോൺഗ്രസിന് അവിടെയുണ്ട്. അപ്പൊ കാർഷിക പ്രാധാന്യമുള്ള ഒരു മേഖല, ഒരു പഞ്ചായത്താണ് അവിടെ, നമുക്കറിയാം. അതിനാൽ തന്നെ അവിടെ കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകിയാണ് LDFന്റെ പ്രകടന പത്രികയും കഴിഞ്ഞതുണ്ടായത്. അപ്പോൾ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പാക്കി എന്നാണ് CK സദാനന്ദൻ മാസ്റ്റർ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളന പ്രസ് ക്ലബും CCTV നടത്തിയ ജനകീയത്തിൽ പറഞ്ഞത്. അതേസമയം ഒന്നും നടത്തിയില്ല എന്നാണ് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ പറഞ്ഞത്. പ്രകടന പത്രിക കൃത്യമായി കൊണ്ടുവരികയും ഇതൊന്നും നടപ്പാക്കാൻ അവർക്ക് സാധിച്ചില്ല എന്ന് പറയുകയും ചെയ്തു. എങ്കിൽ പോലും വളരെ ആത്മവിശ്വാസത്തിലാണ് 2 മുന്നണികൾ. BJPയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ രൂപീകരണ കാലം മുതൽ ഇതുവരെ
അവിടെ അക്കൗണ്ട് തുറക്കാൻ BJPക്ക് ആയിട്ടില്ല. പക്ഷെ കപ്പിനും ചുണ്ടിനും ഇടയിൽ വന്നിട്ട് ഒരു 3 വോട്ടിന്റെ മാത്രം പിറകിൽ പോയിട്ട് ജയിക്കാൻ സാധിക്കാത്ത സാഹചര്യം വന്നു. ഇപ്പൊ 2015 കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിലെ ജെറുസലേം വാർഡിലെ അതിശക്തമായ മത്സരം നടന്നു. BJPയും CPM ആയിരുന്നു. സുജിനി ബാബുജിയാണ് വിജയിച്ചത്. അവിടെ ടിങ്കിൾ എന്ന് പറഞ്ഞിട്ടായിരുന്നു ഒരു BJPയുടെ സ്ഥാനാർത്ഥി. കേവലം 3 വാർഡുകളിലും 2ാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞ തവണ അധികം വാർഡുകളിൽ BJP എത്തിയിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഈ ഒരു റേഷ്യോ 3 വോട്ടിന്റെ അല്ലെങ്കിൽ വളരെ കുറവ് വോട്ടിന്റെ ഒരു റേഷ്യോയിലേക്ക് എത്താൻ സാധിച്ചത്. അപ്പൊ കപ്പിനും ചുണ്ടിനും ഇടയിൽ പലപ്പോഴും 2 തവണ, അതിന് മുമ്പ് 2010 തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അയ്നൂർ ഈസ്റ്റ് 7ാം വാർഡിൽ രജീഷ് അയ്നൂര് ഇതുപോലെ 3 വോട്ടിന്റെ മാത്രം പിറകിൽ നിന്നുകൊണ്ട് പിന്മാറേണ്ടി വന്നു. അപ്പോഴും അവർക്ക് ഒരു അക്കൗണ്ട് തുറക്കാനോ അല്ലെങ്കിൽ BJPക്ക് ഒരു വിജയിക്കാനോ സാധിച്ചിട്ടില്ല. പക്ഷെ ഇത്തവണ അറയും തലയും മുറുക്കിയിട്ട് വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ BJP രൂപം നൽകിയിരിക്കുകയാണ്. എല്ലാ സീറ്റ് വിഭജനം നേരത്തെ പൂർത്തിയാക്കി, സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു, നല്ല രീതിയിലുള്ള പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. BJPക്കും ഈ തെരഞ്ഞെടുപ്പിലെ അവിടെ സ്വാധീനം ചെലുത്താനും ശക്തി തെളിയിക്കാനും സാധിക്കുമെന്ന രീതിയിലുള്ള പ്രതീക്ഷ അവർക്ക് തീർച്ചയായും ഉണ്ട്. ഇപ്പൊ കോൺഗ്രസ് ആകട്ടെ, കോൺഗ്രസും കഴിഞ്ഞ തവണ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ തവണ കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ലീഗ് തനിച്ച് മത്സരിച്ചു, വിമതരുണ്ടായിരുന്നു. ഇത്തവണ അതൊന്നുമില്ല. അത് ജോസഫ് വിഭാഗം, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ആദ്യം ഒരു പത്രിക സമർപ്പിച്ചിരുന്നു ചില വാർഡുകളിൽ. പിന്നീട് ഒരു ഉഭയകക്ഷി ചർച്ചയിൽ ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവരിപ്പോ വളരെ ഐക്യത്തോടെയാണ് അവിടെ മത്സരിക്കുന്നത്. അപ്പോൾ വളരെ ശക്തമായ ഒരു പോരാട്ടം ഇത്തവണ കാട്ടാമ്പാലിൽ നമുക്ക് പ്രതീക്ഷിക്കാം, തീർച്ചയായും പ്രതീക്ഷിക്കേണ്ടി വരും. കോൺഗ്രസിന്റെ ഒരു വിഭാഗീയതയാണ് പലപ്പോഴും കോൺഗ്രസിന് സീറ്റ് ഇത്ര കുറഞ്ഞ നിലയിലേക്ക് എത്താൻ കാരണമെന്ന് പൊതുവെ ഒരു ചർച്ചയുണ്ട്. അത് എത്രമാത്രം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും? കോൺഗ്രസിന്റെ ഒരു അടിസ്ഥാനം ഒരു ഉദാരമായ സമീപനവും നിലപാടൊക്കെയാണ്. പ്രാദേശികമായ തർക്കങ്ങൾ പലപ്പോഴും പരിഹരിക്കാൻ പറ്റില്ല, നേതൃത്വത്തിന്റെ ഒരു പരാജയമായിരിക്കാം. പക്ഷെ ഇത്തവണ ഞാൻ പറഞ്ഞ പോലെ ഇത്തവണ കാര്യമായ പ്രശ്നങ്ങൾ നിലവിലില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ ഒരു പക്ഷേ അവിടെ കോൺഗ്രസ് മാത്രമല്ല, UDF എന്ന് പറഞ്ഞാലും ഐക്യ ജനാധിപത്യ മുന്നണി എന്ന രീതിയിൽ മുന്നണി സംവിധാനത്തെ മത്സരിക്കാനും കോൺഗ്രസ് മാത്രമേ മത്സരിക്കുന്നുള്ളൂ. പിന്നെ നേരത്തെ പറഞ്ഞ കണക്കുകളുടെ ഒരു പിൻബലമുണ്ട്. അപ്പോ LDF ആകട്ടെ കഴിഞ്ഞ തവണ നേടിയ ഒരു സ്റ്റാറ്റസ് കോ 12 സീറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അധികം പുറകോട്ട് പോകാൻ സാധിക്കില്ല. ഒരുപാട് വികസന പ്രവർത്തികൾ നടത്തിയെന്ന് എപ്പോഴും അവകാശപ്പെടുന്നു. പിന്നെ മണ്ഡലത്തിന്റെ പ്രതിനിധിയായ AC മൊയ്തീൻ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയ റോഡ്, കാർഷിക മേഖലയ്ക്ക്, വിദ്യാഭ്യാസ മേഖലയ്ക്ക്, അങ്ങനെ ആ തരത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ അക്കമിട്ട് നിർത്തുന്നു. മാത്രമല്ല നിലവിലുള്ള LDF സർക്കാരിന്റെ, സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ, പ്രളയം കഴിഞ്ഞു, ലോക്ക്ഡൌൺ വന്നു, ഇത്തരം കാര്യങ്ങളിലെല്ലാം അവർ നടപ്പാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. പെൻഷൻ വിതരണം, റേഷൻ വിതരണം, ഇത്തരം കാര്യങ്ങളിലേക്ക് നടപ്പാക്കിയ കാര്യങ്ങൾ അക്കമിട്ട് ചൂണ്ടിക്കാട്ടിയാണ് LDF നിൽക്കുന്നത്. BJP ഞാൻ നേരത്തെ പറഞ്ഞ പോലെ BJPയും സ്വാധീനം തെളിയിക്കാൻ വരുമ്പോൾ നല്ലൊരു മത്സരം കാട്ടാമ്പാലിൽ തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നമുക്ക് അവിടുത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടുത്തെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനെ കോൺടാക്ട് ചെയ്യാം. കാട്ടകമ്പൽ പഞ്ചായത്തിനെ കുറിച്ചുള്ള നിലവിലെ ഒരു രാഷ്ട്രീയ വിശദാംശങ്ങൾ ചർച്ച ചെയ്യാൻ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഡെന്നി പുലിക്കോട്ടിൽ ചേരുകയാണ്. ശ്രീ ഡെന്നി പുലിക്കോട്ടിൽ, കാട്ടകമ്പൽ പഞ്ചായത്തിനെ പറ്റി നാം പരിശോധിക്കുമ്പോൾ 95 വരെ കോൺഗ്രസിന്റെ സ്വാധീന മേഖലയായിരുന്നു കാട്ടകമ്പൽ. എന്നാൽ പിന്നീട് ഇടതുപക്ഷം ശക്തിയാർജിച്ചു, മാറി ഭരണം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ തവണ LDF ആയിരുന്നു വിജയിച്ചത്. ഇത്തവണ മുന്നണികളുടെ പ്രതീക്ഷ എങ്ങനെയാണ്? UDFന്റെ തർക്കങ്ങളൊക്കെ പരിഹരിച്ചു എന്ന് അവർ അവകാശപ്പെടുന്നു. BJPയും ശക്തമായ സ്വാധീനമാണ് മേഖലയിൽ. എങ്ങനെയാണ് താങ്കൾ കാട്ടകമ്പൽ പഞ്ചായത്തിലെ പൊതു രാഷ്ട്രീയ അന്തരീക്ഷത്തെ വിലയിരുത്തുന്നത്? കാട്ടകമ്പൽ പഞ്ചായത്തിൽ ഏതൊരു മുന്നണിയെയും സ്ഥിരമായി പരിഗണിക്കുന്ന പഞ്ചായത്തല്ല കാട്ടകമ്പൽ. മാറി ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ്. 1995 വരെയുള്ള കാലയളവിൽ കോൺഗ്രസ് ഭരിച്ച ഒരു പഞ്ചായത്ത് പിന്നീട് കോൺഗ്രസിലെ ചില അംഗങ്ങൾ കാലുമുട്ടി CPMന് ഭരണം ലഭിക്കുകയായിരുന്നു 1997. അതിനുശേഷം 2000 വീണ്ടും കോൺഗ്രസ് അധികാരത്തിൽ വന്നു. 2004 വീണ്ടും കോൺഗ്രസിലെ ചില അംഗങ്ങൾ കാലുമാറിയതോടെ വീണ്ടും ഭരണം നഷ്ടപ്പെട്ട് CPMന്റെ കൈകളിലെത്തി. 2005 CPM വീണ്ടും അധികാരത്തിൽ വന്നു. 2010 കോൺഗ്രസ് അധികാരത്തിൽ വന്നു. വീണ്ടും 2015 CPM നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ഭരണം ഈ ഒരു വർഷം വരെ 2020 വരെയും നടത്തിയിരുന്നത്. ഈ പഞ്ചായത്തിൽ മാറി ഭരിക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത് കുറെ വർഷങ്ങളായിട്ട്. ഇവിടെ BJPക്ക് വലിയ സ്വാധീനം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും കാണാനായിട്ട് കഴിഞ്ഞു. 2010 അയ്നൂർ വാർഡിൽ നിന്നും 2015 അരുവായി വാർഡിലും BJP സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടത് വെറും 3 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു. CPMന്റെ സ്ഥാനാർത്ഥികളാണ് 3 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത്. തൊട്ടു താഴെ BJPയുടെ സ്ഥാനാർത്ഥികളാണ് 3 വോട്ടിന്റെ കുറവിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. തീർച്ചയായിട്ടും കാട്ടകമ്പൽ പഞ്ചായത്തിന്റെ ചില വാർഡുകളിൽ
BJPക്ക് വലിയ സ്വാധീനം ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമെന്നുള്ള കണക്കുകൂട്ടൽ തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. ഈ വർഷം ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് വ്യത്യസ്തമായ അനുഭവം ഈ പഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം CPM-ന് നേതൃത്വം നൽകിയ പഞ്ചായത്ത് പ്രസിഡന്റ് മത്സര രംഗത്ത് ഉണ്ട് എന്നുള്ളതാണ്. എതിർ സ്ഥാനാർത്ഥിയായിട്ടുള്ളത് കഴിഞ്ഞ വർഷത്തിന് മുൻ വർഷങ്ങളിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന VR സജിത്തും മത്സര രംഗത്ത് അദ്ദേഹവുമായി എതിരിടുകയാണ്. ഈ പഞ്ചായത്തിന്റെ കോൺഗ്രസിന് നേതൃത്വം നൽകിയിരിക്കുന്ന MS മണികണ്ഠനും ഇത്തവണ വീണ്ടും മത്സര രംഗത്തുണ്ട്. തീർച്ചയായും ഇരു മുന്നണികൾക്കും വലിയ ഭൂരിപക്ഷം ഒരു കാലത്തും ഈ 95-ന് ശേഷം ഇരു മുന്നണിക്കും വലിയ ഭൂരിപക്ഷം നേടാനാകാത്ത ഒരു പഞ്ചായത്തും കൂടെയാണ് കാട്ടകാമ്പാൽ എന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ 2015-ൽ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് നടന്നപ്പോൾ CPM ഭരണം പിടിച്ചെടുക്കുകയും എന്നാൽ ഈ കാട്ടകാമ്പാൽ ഈ പഞ്ചായത്ത് വരെ ഉൾപ്പെടുന്ന കാട്ടകാമ്പാൽ ഡിവിഷൻ അഥവാ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള കാട്ടകാമ്പാൽ ഡിവിഷന് 1400 വോട്ട് ഈ പഞ്ചായത്തിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കാണ് ലീഡ് നൽകിയത്. തീർത്തും പ്രതിപക്ഷ മുന്നണികൾ ഇരുവരും കാര്യമായ കൂടുതൽ ഭൂരിപക്ഷമില്ലാതെ ഭരിക്കുന്ന ഈ പഞ്ചായത്ത് ഇത്തവണ എന്താകും ചോദ്യം തന്നെയാണ് ജനങ്ങളുടെ ഇടയിലുള്ളത്. ഇരു മുന്നണികളും അപ്പോൾ തന്നെ ബിജെപിയും ശക്തമായ ഒരു തെരഞ്ഞെടുപ്പ് ഗോതയിൽ തന്നെയാണ് മുന്നേറുന്നത്. പ്രചരണത്തിലും 3 മുന്നണികളും ഒന്നിനോടൊന്ന് മത്സര രംഗത്ത് തന്നെയാണ് നിലനിൽക്കുന്നത്. ശ്രീ ഡെന്നി, നമുക്കറിയാം കോൺഗ്രസ് കഴിഞ്ഞ തവണ പല വാർഡുകളിലും വിമത സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ലീഗ് തനിച്ചു മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തവണ ജോസഫ് വിഭാഗത്തിന് സീറ്റ് നൽകിയില്ല എന്ന് പറഞ്ഞ് അവർ ആദ്യം പത്രിക നൽകിയെങ്കിലും പിന്നീട് പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഐക്യം പറയുന്നു കൂട്ടായ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നു. അടിത്തട്ടിലും അതേ വികാരമാണോ? കോൺഗ്രസിന് വല്ലാത്ത രീതിയിലുള്ള ആത്മവിശ്വാസം ഈ തെരഞ്ഞെടുപ്പിലുണ്ടോ? കോൺഗ്രസിന് വല്ലാത്ത ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. കാരണം ഭരണം ഇത്തവണ പിടിച്ചെടുക്കും എന്നുള്ള വിശ്വാസത്തിനാണ്. തെരഞ്ഞെടുപ്പിന്റെ ചൂട് പിടിക്കുന്നത് വരെ തർക്കങ്ങൾ വളരെ ശക്തമായ നിലയിൽ നിന്നിരുന്നു. ലീഗ് കഴിഞ്ഞ തവണ മുന്നിൽ വിട്ടുകൊണ്ട് തന്നെ മത്സര രംഗത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഇത്തവണ ജോസഫ് വിഭാഗത്തിന് നൽകിയില്ല എന്ന കാരണത്താൽ അവർ പത്രിക നൽകുകയും അവസാന നിമിഷം ചർച്ചയിലൂടെ പത്രിക പിൻവലിക്കുവാനുള്ള ശ്രമം പോലും നടത്തുകയുണ്ടായി. ഇത്തവണ ഈ കാട്ടകമ്പൽ പഞ്ചായത്തിന്റെ ഒരവസ്ഥ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ എന്ന് പറയാൻ ഏക സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഈ കാട്ടകമ്പൽ പഞ്ചായത്തിലുള്ള 16 വാർഡുകളിൽ നിന്നും മത്സരിക്കുന്ന ഏക സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് എന്നുള്ളത് തന്നെയാണ്. വിമതരില്ലാത്തൊരു തെരഞ്ഞെടുപ്പ് കാലം കൂടി. ഈ LDF-ഉം BJP-യും ഈ തെരഞ്ഞെടുപ്പിൽ LDF-ന് 12 സീറ്റ് ഉണ്ട്. ആ സ്റ്റാറ്റസ് നിലനിർത്തേണ്ടത് അവർക്ക് ആവശ്യമാണ്. BJP ആകട്ടെ വല്ലാത്ത രീതിയിലുള്ള പ്രചരണം നടത്തുന്നു. പ്രചരണ രംഗത്ത് ആദ്യം വന്നതും BJP ആണ്. അപ്പൊ NDA-യുടെയും LDF-ന്റെയും ഒക്കെ ഒരു പ്രചരണത്തിന്റെ ഒരു തോത് എങ്ങനെയാണ്? അവർക്കും വല്ലാത്ത രീതിയിലുള്ള പ്രതീക്ഷയുണ്ടോ? ഇടതുപക്ഷം കഴിഞ്ഞ വലിയ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 12 സീറ്റുകൾ നേടിയായിരുന്നു കാട്ടകമ്പൽ പഞ്ചായത്തിൽ ഭരണം നടത്തിയിരുന്നത്. അതുവരെ ലഭിക്കാത്തതിനേക്കാൾ വലിയ ഒരു നേട്ടം കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ഇത്തവണ അതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ലഭിക്കുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് LDF CPM മുന്നേറുന്നത്. CPIയുടെ പിന്തുണയോടും കൂടെയുള്ള 2 സ്ഥാനാർത്ഥികളും കാട്ടകമ്പൽ പഞ്ചായത്തിൽ ഉണ്ട്. 4 അംഗങ്ങൾ മാത്രമാണ് കോൺഗ്രസിനുണ്ടായിരുന്നത്. എന്നാൽ BJP-യുടെ ഇപ്പോഴത്തെ പ്രവർത്തന മേഖലയിലുള്ള മികവ് ഏറെ ശ്രദ്ധിക്കപ്പെടുന്നു എന്നുള്ളത് ഇരു മുന്നണിക്കും ഏറെ ഭീഷണിയായിട്ടുണ്ട്. കോൺഗ്രസിന്റെ ആധിപത്യം തിരിച്ചുപിടിക്കാനുള്ള ഒരു മത്സരം ഇത്തവണ ഉണ്ടായേക്കാം അല്ലെ ടോണി? ഡെന്നി പറഞ്ഞതുപോലെയാണെങ്കിൽ 95 വരെ കോൺഗ്രസ് ആയിരുന്നു, പിന്നീട് മാറി വന്നു. ഇത്തവണ വിമത ശല്യമില്ല, ലീഗ് ഒരുമിച്ചാണ്. നിലവിൽ 12 വാർഡുകളിൽ CPM നിൽക്കുന്നു. അപ്പൊ കോൺഗ്രസ് വലിയ പ്രതീക്ഷയുണ്ട്. അപ്പൊ LDF-നാകട്ടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ സ്റ്റാറ്റസ് നിലനിർത്തേണ്ട ആവശ്യമാണ്. 10-2 മൃഗീയ ഭൂരിപക്ഷമായിരുന്നു. അപ്പൊ ഭരണം വിട്ടുകൊടുക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവർക്ക് നടത്തേണ്ടതുണ്ട്.
നടത്തിയ വികസന പ്രവർത്തികളിൽ വല്ലാത്തൊരു ആത്മവിശ്വാസം LDF-നുണ്ട്. അപ്പൊ നേരത്തെ സംസ്ഥാന സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളൊക്കെ പറയുന്നു. BJP ആകട്ടെ പറഞ്ഞ 2 വാർഡുകളിൽ 3 വോട്ടിന്റെ മാത്രം പിറകിലാണ് അക്കൗണ്ട് തുറക്കാൻ സാധിക്കാതിരുന്നത്. അപ്പൊ ശക്തമായ മത്സരമുണ്ട്. 2 മുന്നണികൾക്കും ഭീഷണി ഉയർത്താവുന്ന BJP സ്ഥാനാർത്ഥികൾ ആ പഞ്ചായത്തിലുണ്ട്. അപ്പൊ നല്ലൊരു മത്സരം കാട്ടാമ്പൽ പഞ്ചായത്തിൽ ഇക്കുറി നമുക്ക് പ്രതീക്ഷിക്കാം. സ്നിജ, എന്തായാലും നമുക്ക് ഈ ഒരു 2020 സ്ഥാനാർത്ഥികളുടെ ഒരു സ്റ്റാറ്റസ് നോക്കാം. ഓക്കെ രമ്യ, 1-ാം വാർഡ് സ്രായിൽ ഷീജ സുഗതനാണ് LDF-ന് വേണ്ടി മത്സരിക്കുന്നത്. UDF-ന് വേണ്ടി സ്മിത ഷാജിയും BJP-ക്ക് വേണ്ടി അജിത സുരേന്ദ്രനുമാണ് മത്സരിക്കുന്നത്. LDF-ന് ആധിപത്യമുള്ള ഒരു വാർഡാണ് സ്രായിൽ. നിലവിൽ LDF ആണ് അവിടെ മെമ്പർ. 219 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് TS മണികണ്ഠൻ അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടത്. ഒരുപക്ഷെ കോൺഗ്രസിന് 2010 അവിടെ കോൺഗ്രസ് ആയിരുന്നു സ്രായില്. പക്ഷെ കോൺഗ്രസിന്റെ ഒരു സ്വാധീന മേഖലയാണ്. 2010 വരെ കോൺഗ്രസ് വിജയിച്ചിരുന്ന ഒരു വാർഡാണ് സ്രായിൽ വാർഡ്. കഴിഞ്ഞ തവണ അവിടെ മത്സരിച്ചത് കോൺഗ്രസിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സ്മിത ഷാജിയായിരുന്നു. സ്മിത ഷാജിയെ പരാജയപ്പെടുത്തിയാണ് TS മണികണ്ഠൻ വിജയിച്ചത്. അപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ അട്ടിമറികളിൽ ഒന്നാണ് 1-ാം വാർഡിൽ സംഭവിച്ചത്. അപ്പൊ കോൺഗ്രസിന്റെ ഒരു സ്വാധീന മേഖലയിൽ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടാണ് TS മണികണ്ഠൻ അവിടെ വിജയിച്ചത്. മാത്രമല്ല ലീഡ് നിലയും വല്ലാത്ത രീതിയിൽ ഉയർന്നിരുന്നു. അപ്പൊ അതിനു മുൻപ് വരെ കോൺഗ്രസ് വിജയിച്ചിരുന്ന, കോൺഗ്രസിന്റെ ശക്തമായ സ്വാധീനമുള്ള, സംഘടനാ പ്രവർത്തനം ശക്തമായി നടക്കുന്ന വാർഡാണ് സ്രായിൽ വാർഡ്. അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് തൊട്ട് മുൻപുള്ള ടൈമില് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സ്മിത ഷാജിയെയാണ് TS മണികണ്ഠൻ പരാജയപ്പെടുത്തിയത്. അപ്പൊ ആ സമയത്ത് ആ തെരഞ്ഞെടുപ്പിൽ വല്ലാത്തൊരു രാഷ്ട്രീയ അട്ടിമറിയായിരുന്നു 1-ാം വാർഡിൽ സംഭവിച്ചതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പൊ ഇത്തവണ നല്ലൊരു മത്സരം തീർച്ചയായും പ്രതീക്ഷ. കോൺഗ്രസ് അവിടെ നല്ല മത്സരം കാഴ്ചവെക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. 2-ാം വാർഡ് രാമപുരത്തേക്ക് വരുമ്പോൾ സ്നിജ, 2-ാം വാർഡ് രാമപുരത്ത് ഷീജ സുദീപാണ് LDF-ന് വേണ്ടി മത്സരിക്കുന്നത്. UDF-ന് വേണ്ടി MS മണികണ്ഠനും BJP-ക്ക് വേണ്ടി പ്രസാദ് തലേക്കരയും മത്സരിക്കുന്നു. കഴിഞ്ഞ തവണ LDF തന്നെയാണ് അവിടെ ജയിച്ചത്. അതെ, 514 വോട്ടുകൾക്കാണ് ഷീജ സുദീപ് അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടത്. കേവലം 30 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഷീജ സുദീപ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഒരുപക്ഷെ കോൺഗ്രസിന്റെ വാർഡ് തന്നെയായിരുന്നു അവിടെ. അങ്ങനെയല്ല, രാമപുരം വാർഡ് പൊതുവെ CPM അനുകൂല ഒരു വാർഡാണ്. പക്ഷേ MS മണികണ്ഠൻ എന്ന ഒരു നേതാവ് ഇപ്പോ പ്രതിപക്ഷ നേതാവാണ്. 20 വർഷമായിട്ട് ആള് പഞ്ചായത്ത് പാർലമെന്ററി രംഗത്ത് സജീവമാണ്. അദ്ദേഹം നിൽക്കുന്ന സമയത്തൊക്കെ ആ വാർഡ് കോൺഗ്രസിനൊപ്പം പോയിട്ടുണ്ട്. പക്ഷെ അതേസമയം CPM-ന് അനുകൂലമായിട്ടുള്ള ഒരു വാർഡ് അല്ലെങ്കിൽ CPM-ന്റെ സ്വാധീന മേഖലയാണ് 2-ാം വാർഡ് രാമപുരം. 2000-ലും 2010-ലും MS മണികണ്ഠൻ നിന്നപ്പോൾ ആ വാർഡ് കോൺഗ്രസിനൊപ്പം പോയിട്ടുണ്ട്. അപ്പോ ഇത്തവണ അത് വ്യക്തിപ്രഭാവത്തിനനുസരിച്ചിരിക്കും ആ വാർഡിന്റെ ഒരു ജനവിധി. 3-ാം വാർഡ് കരിയാമ്പ്ര സ്നിജ, 3-ാം വാർഡ് കരിയാമ്പ്ര ചിന്നുവിശാഖാണ് LDF-ന് വേണ്ടി മത്സരിക്കുന്നത്. UDF-ന് വേണ്ടി പ്രമീള രാജനും BJP-ക്ക് വേണ്ടി സിജ ഉത്തമനുമാണ് മത്സരിക്കുന്നത്. ഈ വാർഡ് കഴിഞ്ഞ തവണ UDF പിടിച്ചെടുത്തിരുന്നു. 293 വോട്ടിന്റെ ലീഡാണ് ഈ വാർഡിലുണ്ടായിരുന്നത്. UDF-ലെ MS മണികണ്ഠൻ 579 വോട്ടുകൾക്കാണ് അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടത്. വലിയൊരു ഭൂരിപക്ഷത്തോടു കൂടി തന്നെയാണ് 275 വോട്ടിന്റെ മാത്രം ലീഡ്. യഥാർത്ഥത്തില് കരിയാമ്പ്ര കോൺഗ്രസിന്റെ കോട്ടയാണ്. എല്ലാ കാലവും കോൺഗ്രസ് പഞ്ചായത്ത് രൂപീകരണ കാലം മുതൽ കരിയാമ്പ്രയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മാത്രം വിജയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ തവണ ലീഡ് മാത്രം മനസ്സിലാക്കിയാൽ 275 വോട്ടിന്റെ വലിയ ലീഡുണ്ട്. അപ്പൊ കോൺഗ്രസിന്റെ സ്വാധീനമുള്ള ഒരു മേഖല തന്നെയാണ് കരിയാമ്പ്ര. 275 കിട്ടിയില്ലെങ്കിലും 100 അല്ലെങ്കിൽ 70, 150 ലീഡൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് ലഭിച്ചിരുന്ന ഒരു വാർഡാണ് കരിയാമ്പ്ര. 4-ാം വാർഡ് പെരുന്തിരുത്തിയിലെ KS സിന്ധു ആണ് LDF-ന് വേണ്ടി മത്സരിക്കുന്നത്. UDF-ന് വേണ്ടി VP സുഗതകുമാരിയും സുരേഖ BJP-ക്ക് വേണ്ടി മത്സരിക്കുന്നു. കഴിഞ്ഞ തവണ 8 വോട്ടിന്റെ ലീഡ് നേടിയിട്ട് LDF വിജയിച്ച ഒരു വാർഡ് കൂടിയാണ് പെരുന്തിരുത്തി. LDF-ലെ ഹമീദ് 360 വോട്ടുകൾക്കാണ് അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടത്. കേവലം 8 വോട്ടുകളുടെ വ്യത്യാസത്തിൽ. അവിടെ UDF തൊട്ടു പിറകിൽ റസാക്ക്, അന്ന് മത്സരിച്ച റസാക്ക് 352 വോട്ടുകൾ നേടാൻ UDF-ന് സാധിച്ചിട്ടുണ്ട്. കേവലം 8 വോട്ടുകളുടെ ഒരു 2010-ലെ CPM ആയിരുന്നു അവിടെ. പെരുന്തിരുത്തി മേഖല നേരത്തെ പറഞ്ഞതുപോലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വലിയ വേരോട്ടമുള്ള ഒരു മേഖലയാണ്. പക്ഷെ കഴിഞ്ഞ തവണ അവിടെ ഹമീദേവി, LDF-ലെ ഹമീദേവി 8 വോട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസിന് അവിടെ വിമത സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. ലീഗിന്റെ ഒരു സ്ഥാനാർത്ഥി അവിടെ വിമതനായിട്ട് മത്സരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു റസാഖാണെന്ന് ലീഗിന്റെ ഒരു സ്ഥാനാർത്ഥി അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം 12 വോട്ട് നേടി. 8 വോട്ടിനാണ് വിജയിച്ചത്. പക്ഷെ നേടിയ 12 വോട്ട് ഇടതുപക്ഷ വിജയത്തിന് കാരണമായി എന്ന് മനസ്സിലാക്കണം. ശക്തമായ മത്സരം നടക്കാവുന്ന ഒരു വാർഡ് തന്നെയാണ് 4-ാം വാർഡ് പെരുന്തിരുത്തി. സ്നിജ, 5-ാം വാർഡ് ചെറുതുരുത്തിയിലേക്ക് വരുമ്പോൾ, 5-ാം വാർഡ് ചെറുതുരുത്തിയിൽ ബിന്ദു മനോഹരനാണ് ഇക്കുറി LDF-ന് വേണ്ടി മത്സരിക്കുന്നത്. UDF-ന് വേണ്ടി PG രശ്മി മത്സരിക്കുമ്പോൾ BJP-ക്ക് വേണ്ടി രാജി ജിതേഷാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ LDF വിജയിച്ച ഒരു വാർഡ് കൂടിയാണ് ചെറുതുരുത്തി. LDF-ലെ ഗംഗാധരൻ കോടത്തൂർ 537 വോട്ടുകൾക്കാണ്, അതായത് 294 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടത്. ഒരുപക്ഷെ CPM-ന്റെ ആധിപത്യമുള്ള വാർഡ് തന്നെയാണ് അത്.
തീർച്ചയായും അത് ഇടത് അനുകൂല മേഖലയാണ് ചെറുതുരുത്തി. വാർഡ് രൂപീകരിച്ച കാലം മുതൽ, പഞ്ചായത്ത് രൂപീകരിച്ച കാലം മുതൽ അവിടെ CPM സ്ഥാനാർത്ഥികൾ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. നല്ലൊരു ലീഡും കഴിഞ്ഞ തവണ ലഭിക്കുകയുണ്ടായി. അവിടെ BJPക്ക് 2ാം സ്ഥാനത്ത് എത്താൻ സാധിച്ചിട്ടുണ്ട്. 243 വോട്ടുകൾ നേടി. അവിടെ കോൺഗ്രസിന് 162 വോട്ടുകൾ മാത്രം നേടാനാണ് സാധിച്ചത്. BJP 2ാം സ്ഥാനത്ത് വന്നിട്ടുള്ള ഒരു വാർഡ് കൂടിയാണ് ചെറുതുരുത്തി. സ്നിജ, അയ്യൂർ വെസ്റ്റ്. അയ്യൂർ വെസ്റ്റിലെ LDFന് വേണ്ടി ഷാജ് മാസ്റ്ററാണ് മത്സരിക്കുന്നത്. UDFന് വേണ്ടി VJ ജെബിൻസണും BJPക്ക് വേണ്ടി സന്തോഷ് കെയും മത്സരിക്കുന്നു. കഴിഞ്ഞ തവണ LDF 127 വോട്ടിന്റെ ലീഡ് നേടി വിജയിച്ച ഒരു വാർഡാണ് അയ്യൂർ വെസ്റ്റ്. LDFിലെ സുരേഖ 396 വോട്ടുകൾ നേടിയാണ് അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടത്. അയ്യൂർ വെസ്റ്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും CPIയിലെ ഒരു ആധിപത്യമുള്ള വാർഡ് തന്നെ എന്ന് വിലയിരുത്തുന്നു. അയ്യൂർ വെസ്റ്റ് ആദ്യകാലങ്ങളിൽ കോൺഗ്രസ് വിജയിച്ചിരുന്ന ഒരു വാർഡാണ്. പക്ഷെ കഴിഞ്ഞ 3 തവണയായിട്ട് CPI സ്ഥാനാർത്ഥികൾ വിജയിക്കുന്ന ഒരു വാർഡ് കൂടിയാണ്. അയ്യൂർ വെസ്റ്റിൽ തങ്ങൾക്ക് നഷ്ടപ്പെട്ട സ്വാധീനം തിരിച്ചെടുക്കാൻ വേണ്ടി കോൺഗ്രസ് തീർച്ചയായും പരിശ്രമിക്കുമെന്ന് ഉറപ്പാണ്. അപ്പൊ ശക്തമായ ഒരു മത്സരം അവിടെ പ്രതീക്ഷിക്കാം. അവിടെ BJPക്കും കൃത്യമായ വോട്ടുകൾ 2015 കാരണം UDFില് 311 വോട്ടും BJPയില് 305 വോട്ടുകളുമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള ഒരു ത്രികോണ മത്സരം നടക്കാൻ സാധ്യതയുള്ള ഒരു വാർഡ് കൂടി. BJPക്കും സ്വാധീന മേഖല തന്നെയാണ് 6ാം വാർഡ്. ഇത്തവണ അയ്യൂര് വെസ്റ്റിൽ നിന്ന് ഷാജൻ മാസ്റ്റർ ആണ് മത്സരിക്കുന്നത്. CPIയുടെ മണ്ഡലം സെക്രട്ടറി ആയിരുന്ന ഷാജൻ മാസ്റ്റർ ആണ് മത്സരിക്കുന്നത്. സ്വാഭാവികമായും മേധാവിത്വം നിലനിർത്താൻ ഇരു പാർട്ടികളും ശ്രമിക്കുമെന്ന് ഉറപ്പാണ്. 7ാം വാർഡ് അയ്യൂർ ഈസ്റ്റ്. മിന്റു റണ്ണിനാണ് LDFന് വേണ്ടി മത്സരിക്കുന്നത്. NS കുഞ്ഞു മുഹമ്മദ് UDFന് വേണ്ടി മത്സരിക്കുമ്പോൾ രജീഷ് ഐനൂരാണ് BJPക്ക് വേണ്ടി രംഗത്തിറങ്ങുന്നത്. കഴിഞ്ഞ തവണ 83 വോട്ടിന്റെ ലീഡോടുകൂടി LDF വിജയിച്ച ഒരു വാർഡ് കൂടിയാണ് അയ്യൂർ ഈസ്റ്റ്. LDFിലെ പത്മിനി ശശിധരൻ 394 വോട്ടുകൾക്കാണ് അവിടെ വിജയിച്ചത്. 2010 അത് ഒരു CPMന്റെ ആധിപത്യമുള്ള വാർഡായിരുന്നു അല്ലെ? വാർഡ് രൂപീകരിച്ച 2010 കോൺഗ്രസോ 2010 വിജയിച്ചത് CPM തന്നെയാണ്. 2005 വിജയിച്ചത് CPM തന്നെയായിരുന്നു. CPM മാത്രം വിജയിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പോരാ, ത്രികോണ മത്സരം ശക്തമായി നടക്കുന്ന ഒരു വാർഡ് കൂടിയാണ് അയ്യൂർ ഈസ്റ്റ്. 2010 ഇപ്പോൾ നിന്ന് രജീഷ് അയ്യൂരായിരുന്നു BJPയുടെ ഒരു സ്ഥാനാർത്ഥി. അന്ന് അദ്ദേഹം 3 വോട്ടിന്റെ മാത്രം അകലത്തിലാണ് പരാജയം സംഭവിച്ചത്. അപ്പോൾ BJP വളരെയധികം പ്രതീക്ഷ വയ്ക്കുന്ന വാർഡുകളിലൊന്നാണ് അയ്യൂർ ഈസ്റ്റ്. ശക്തമായ പ്രവർത്തനം അവിടെ BJP നടത്തുന്നു. കഴിഞ്ഞ തവണ എന്ന് പറയുമ്പോൾ 2010 3 വോട്ടിന് മാത്രം പിറകിലായി പോയ ആ മത്സരത്തിൽ ഇത്തവണ അതിനേക്കാൾ കൂടുതൽ വോട്ട് നേടി വിജയിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ആ പഞ്ചായത്തിൽ അക്കൗണ്ട് തുറക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷ BJPക്കുണ്ട്. അതേസമയം CPMന് അനുകൂലമായിട്ടുള്ള ഒരു മേഖല, കോൺഗ്രസിനും അത്യാവശ്യം വോട്ടുകൾ അവിടെയുണ്ട്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന പഞ്ചായത്തിലെ ചുരുക്കം ചില വാർഡുകളിലൊന്നാണ് 7ാം വാർഡ് അയ്യൂർ ഈസ്റ്റ്. 8ാം വാർഡ് കോട്ടോൽ. ഖദീജ ഹസനാണ് LDFന് വേണ്ടി മത്സരിക്കുന്നത്. സാബിറ ആയിഷ UDFന് വേണ്ടി രംഗത്തെത്തുമ്പോൾ രേഷ്മ രാധീഷാണ് BJPക്ക് വേണ്ടി രംഗത്തെത്തുന്നത്. കഴിഞ്ഞ തവണ 70 വോട്ടിന്റെ ലീഡോട് കൂടിയിട്ട് LDF ജയിച്ച ഒരു വാർഡ് കൂടിയാണ് കോട്ടോലി. LDFില് മത്സരിച്ച PM അലി 435 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് അവിടെ വിജയിച്ചത്. 70 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടാനായി. 2010 അവിടെ കോൺഗ്രസ് ആധിപത്യമായിരുന്നു. കോട്ടോൽ പൊതുവെ കോൺഗ്രസിന്റെ കോട്ടയാണ്. കോട്ടോൽ കോൺഗ്രസിന്റെ സ്വാധീന മേഖലയാണ്. കഴിഞ്ഞ തവണ അവിടെ കോൺഗ്രസിന്റെ വിമതനം ഉണ്ടായിരുന്നു. നേരത്തെ ഡെന്നിക്ക് ചൂണ്ടിക്കാണിച്ച പോലെ കോൺഗ്രസ് വിമതരുടെ സാന്നിധ്യം കഴിഞ്ഞ തവണ കട്ടാമ്പൽ പഞ്ചായത്തിന്റെ പല വാർഡുകളിലും ഉണ്ടായിരുന്നു. അതിലൊരു വാർഡാണ് കോട്ടോൽ വാർഡ്. 90 വോട്ടാണ് കഴിഞ്ഞ തവണ കോൺഗ്രസ് വിമതം നേടിയത്. വിജയത്തിൽ സ്വാഭാവികമായും കോൺഗ്രസിന്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകാൻ അത് കാരണമായിട്ടുണ്ടാകാം. ഇത്തവണ വിമതനില്ല, ആകെ കൂടി ഒരു സ്വതന്ത്രം മാത്രമേ മത്സരിക്കുന്നുള്ളൂ. അപ്പൊ കോൺഗ്രസ് പ്രതീക്ഷയിലാണ്. ഒപ്പം തന്നെ നിലനിർത്താൻ LDFും അവിടെ നിലനിർത്തും. 9ാം വാർഡ് പഴഞ്ഞിയിലെ ബബിത ഷാജനാണ് LDFന് വേണ്ടി മത്സരിക്കുന്നത്. അനിത ജെയ്സൺ UDFന് വേണ്ടി മത്സരിക്കുമ്പോൾ വിദ്യ പ്രതീഷാണ് BJPക്ക് വേണ്ടി മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ LDF വിജയിച്ച ഒരു വാർഡ് കൂടിയാണ് പഴഞ്ഞി. കഴിഞ്ഞ വർഷം വളരെ നല്ല രീതിയിൽ ഉള്ള ഒരു മത്സരം നടന്നത്. കാരണം കേവലം 8 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അവിടെ LDF അധികാരത്തിലെത്തിയത്. 2010 അവിടെ കോൺഗ്രസ് ആയിരുന്നു. 408 വോട്ടുകൾ നേടി LDFിലെ PG അർജുൻ അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടു. അതേസമയം തന്നെ UDFന് അവിടെ 400 വോട്ടുകൾ നേടാൻ സാധിച്ചിട്ടുണ്ട്. ഈ നേരത്തെ കോട്ടോൽ പറഞ്ഞതുപോലെ പഴഞ്ഞിയും കോൺഗ്രസിന്റെ ഒരു സ്വാധീന മേഖലയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെല്ലാം കോൺഗ്രസ് വിജയിച്ചിരുന്ന ഒരു വാർഡാണ് പഴഞ്ഞി. ന്യൂനപക്ഷം ക്രിസ്ത്യൻ വോട്ടുകളും മുസ്ലിം വോട്ടുകളൊക്കെ ഉള്ള ഒരു മേഖലയാണ് പഴഞ്ഞി. കഴിഞ്ഞ തവണ കോട്ടോൽ ഉണ്ടായതുപോലെ തന്നെ പഴഞ്ഞി വാർഡിലും കോൺഗ്രസിന്റെ ഒരു വിമതനം ഉണ്ടായിരുന്നു. അദ്ദേഹം നേടിയ വോട്ടുകളെല്ലാം ഒരുപക്ഷെ കോൺഗ്രസിന് തിരിച്ചടിയായിരിക്കാം. CPIയുടെ സ്ഥാനാർത്ഥി PG അർജുനാണ് വിജയിച്ചത്. കേവലം 8 വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷത്തില് ശക്തമായ മത്സരം നടന്നു. വിമതം നേടിയ വോട്ടുകൾ കോൺഗ്രസിന്റെ പരാജയത്തിലേക്ക് നയിച്ചു എന്ന് വേണം നാം മനസ്സിലാക്കാൻ. അപ്പോൾ ആ വാർഡിലും ഇത്തവണ അതിശക്തമായ മത്സരം നടത്തി. PG അർജുനൻ കഴിഞ്ഞ ഭരണസമിതിയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ കൂടിയായിരുന്നു. 10ാം വാർഡ് ജെറുസലേം. ജിഷ്ണു AM ആണ് LDFന്റെ സ്ഥാനാർത്ഥി. UDFന് വേണ്ടി ഈ രതീഷ് മത്സരത്തിന് ഇറങ്ങുമ്പോൾ BJPക്ക് വേണ്ടി ട്വിങ്കിൾ CC ആണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ 3 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലെ LDF വിജയിച്ച ഒരു വാർഡാണ് ജെറുസലേം.
ബി.ജെ.പിയും LDF-ഉം തമ്മിൽ വളരെ ശക്തമായ മത്സരം നടന്ന ഒരു വാർഡാണ് ജെറുസലേം. കാരണം LDF-ലെ സുജിനി ബാബുജി 352 വോട്ടുകൾ നേടി അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടു. അതേസമയം തന്നെ ബി.ജെ.പിയിലെ ടിങ്കിൾ 349 വോട്ടുകൾ നേടാൻ സാധിച്ചു. കേവലം 3 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അവിടെ LDF അധികാരത്തിലേറിയത്. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ആ ഒരു വിജയം തിരിച്ചു പിടിക്കാൻ വേണ്ടി അതേ സ്ഥാനാർത്ഥി തന്നെയാണ് BJP രംഗത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP പരാജയപ്പെട്ടെങ്കിലും അന്ന് മുതൽ അവരുടെ പ്രവർത്തനം BJP അവിടെ ആരംഭിച്ചിരുന്നു. അപ്പൊ ഇത്തവണ അതിശക്തമായ മത്സരം പ്രതീക്ഷിക്കാം. അതേ സ്ഥാനാർത്ഥി തന്നെ BJP നിർത്തിയിരിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ സ്റ്റാറ്റസ് നമുക്കറിയാം, വെറും 3 വോട്ടിന്റെ മാത്രം അകലത്തിലാണ് അവർ പരാജയത്തിലേക്ക് പോയത്. അപ്പൊ അവിടെ CPM വിജയിക്കുന്നു എങ്കിൽ പോലും വലിയ സ്വാധീന മേഖല എന്ന് പറയാൻ സാധിക്കില്ല. വെറും 3 വോട്ടിന്റെ മാത്രം അകലമാണ് കഴിഞ്ഞ തവണ ഉണ്ടായത്. 3 കൂട്ടരും അതിശക്തമായ രീതിയിൽ പ്രചരണം നടത്തുമ്പോൾ ഒരു ത്രികോണ മത്സരത്തിലേക്ക് അത് പോകുമെന്ന് കണ്ടറിയണം. അതോ BJP-യും CPM-ഉം തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമാകുമോ എന്ന് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ മാത്രം വ്യക്തമാകും. എന്തായാലും BJP വലിയ പ്രതീക്ഷയിലാണ് ഈ ജെറുസലേം വാർഡിൽ. 11ാം വാർഡ് പട്ടിത്തടം PA യദുകൃഷ്ണയാണ് LDF-ന് വേണ്ടി മത്സരിക്കുന്നത്. UDF-ന് വേണ്ടി VK മുഹമ്മദ് മത്സരിക്കുമ്പോൾ ശ്രീകാന്ത് MK ആണ് BJP-ക്ക് വേണ്ടി മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ UDF-ന് 22 വോട്ടിന്റെ ലീഡോടുകൂടി ജയിച്ച ഒരു വാർഡ് കൂടിയാണ് പട്ടിത്തടം. UDF-ലെ മോളി തമ്പി 495 വോട്ടുകൾക്കാണ് അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടത്. 2010-ലും അത് കോൺഗ്രസിന്റെ വാർഡ് തന്നെയായിരുന്നു. LDF-ന് അവിടെ 473 വോട്ടുകൾ നേടാൻ സാധിച്ചു. കേവലം സ്നിജ സൂചിപ്പിച്ച പോലെ തന്നെ 22 വോട്ടുകളുടെ ഒരു ഭൂരിപക്ഷത്തിനാണ് അവിടെ UDF അധികാരത്തിൽ കയറിയത്. അതുകൊണ്ട് ഇത്തവണയും ഒരു കൃത്യമായിട്ടുള്ള കടുത്ത മത്സരം തന്നെ നടക്കാൻ സാധ്യതയുള്ള ഒരു വാർഡ്. കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിലൊന്നാണ് പട്ടിത്തടം. കഴിഞ്ഞ തവണ ഒരു വിമത അവിടെ മത്സരിച്ചിരുന്നു. 22 വോട്ട് നേടിയെങ്കിലും കോൺഗ്രസിന്റെ വിജയത്തെ അടക്കുവാൻ അത് കാരണമായില്ല. അപ്പൊ ശക്തമായ വേരോട്ടം കോൺഗ്രസിന് അവിടെ ഉണ്ട് പട്ടിത്തടം മേഖലയിലെ. ഇത്രയെല്ലാം തിരിച്ചടികളും ഇത്രയെല്ലാം ഉണ്ടായിട്ട് പോലും അവിടെ പട്ടിത്തടം വാർഡില് കോൺഗ്രസിന് വിജയിച്ച് കയറാൻ സാധിച്ചത് വലിയ നേട്ടമാണ്. 12ാം വാർഡ് മൂലേപ്പാട്ട് സദാനന്ദ മാസ്റ്ററാണ് LDF-ന് വേണ്ടി കുറി രംഗത്ത് ഇറങ്ങുന്നത്. UDF-ന് വേണ്ടി VF സജിത്ത് രംഗത്തിറങ്ങുമ്പോൾ പ്രദീപ് പൂനത്താണ് BJP-ക്ക് വേണ്ടി രംഗത്തിറങ്ങുന്നത്. കഴിഞ്ഞ തവണ UDF വിജയിച്ച ഒരു വാർഡാണ് മൂലേപ്പാട്ട്. UDF-ലെ വിജയ ഗോപി 389 വോട്ടുകൾക്കാണ് വാർഡിൽ തെരഞ്ഞെടുക്കപ്പെട്ടത്. കേവലം 75 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന്. അതേസമയം തന്നെ BJP-യുടെ പ്രീത മുരളി അവിടെ 314 വോട്ടുകൾ നേടാനായി. അപ്പോൾ BJP-യുമായി താരതമ്യം ചെയ്യുമ്പോൾ 75 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് UDF അവിടെ വിജയത്തിൽ ഏറിയത്. അത് കോൺഗ്രസിന്റെ വാർഡായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണയും ഒരു മൂലപ്പാട് വാർഡ് പൊതുവെ കോൺഗ്രസിന്റെ സ്വാധീന മേഖലയാണ്. പക്ഷെ നമുക്ക് നോക്കുക, CPM സ്ഥാനാർത്ഥി രംഗത്തിറക്കിയിരിക്കുന്നത് കഴിഞ്ഞ തവണ പഞ്ചായത്തിനെ നയിച്ച നായകനെ തന്നെയാണ്. CK സദാനന്ദ മാസ്റ്റർ നേരിട്ട് രംഗത്തിറക്കിയിരിക്കുകയാണ്. അപ്പൊ ഒരു നല്ലൊരു മത്സരം നടത്താൻ വേണ്ടി തന്നെയാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നത്. ആ വാർഡ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും സ്വാഭാവികമായും ഇടതുപക്ഷം നടത്തും. അതേസമയം നിലനിർത്താൻ വേണ്ടി കോൺഗ്രസും ശ്രമിക്കും. അപ്പോൾ വലിയ രീതിയിലുള്ള ശക്തമായ മത്സരം, ആവേശകരമായ മത്സരം നടക്കുന്ന വാർഡുകളിലൊന്നായിട്ട് മൂലപ്പാട് മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. 13ാം വാർഡ് പെങ്ങാമുക്ക് രാജു ടീച്ചറാണ് LDF-ന് വേണ്ടി കുറി മത്സരിക്കുന്നത്. UDF-ന് വേണ്ടി ലിസി ജോസ് മത്സരിക്കുമ്പോൾ BJP-ക്ക് വേണ്ടി ഷീന സുധാകരനാണ് മത്സരിക്കുന്നത്. 91 വോട്ടിന്റെ ലീഡോട് കൂടി കഴിഞ്ഞ തവണ LDF വിജയിച്ച ഒരു മേഖല കൂടിയാണ് പെങ്ങാമുക്ക്. LDF കാട്ടകമ്പാൽ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് CK സദാനന്ദൻ മാസ്റ്റർ തന്നെയാണ് അവിടെ മെമ്പർ. 548 വോട്ടുകൾക്കാണ് അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടത്. 191 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. പെങ്ങാമുക്ക് പൊതുവെ കോൺഗ്രസിന്റെ അനുകൂല വാർഡാണ്. അവിടെ 191 വോട്ടിന്റെ ഭൂരിപക്ഷം നേടി ഞെട്ടിച്ച വിജയമാണ് CK സദാനന്ദ മാസ്റ്റർ സ്വന്തമാക്കിയത്. അപ്പൊ അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം പ്രധാന ഘടകമാണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം തൊട്ടു മുൻപുള്ള മൂലപ്പാട് വാർഡ് പിടിക്കാൻ വേണ്ടി സദാനന്ദ മാസ്റ്ററെ കളത്തിലിറക്കാൻ ഇടതുപക്ഷം ശ്രമിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം അതായിരിക്കാം. അപ്പോൾ കോൺഗ്രസിന്റെ സ്വാധീന മേഖലയിൽ 191 വോട്ടിന്റെ വലിയൊരു ഭൂരിപക്ഷം നേടിയിട്ടാണ് CK സദാനന്ദ മാസ്റ്റർ കഴിഞ്ഞ തവണ വിജയിക്കുകയും പിന്നീട് പഞ്ചായത്ത് പ്രസിഡന്റ് ആവുകയും ചെയ്തത്. അപ്പോൾ ഇതുവരെ ലഭിക്കാത്ത ഒരു വാർഡിൽ നിന്ന് വളരെ ടൈറ്റ് ആയിട്ട് കോമ്പറ്റീഷൻ നടത്തിക്കൊണ്ട് ആ വാർഡ് പിടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളാണ് CPM നടന്നത്. അതേസമയം ആ സ്വാധീന മേഖലകളിൽ തങ്ങളുടെ സ്വാധീനം ഒരിക്കലും നഷ്ടമായിട്ടില്ല എന്ന് തെളിയിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും കോൺഗ്രസ് നടത്തുമെന്ന് തീർച്ചയാണ്. അപ്പോൾ പ്രവചനങ്ങൾക്കൊക്കെ അപ്പുറത്തായിരിക്കും ഈ പറഞ്ഞ അവസാനം പറഞ്ഞ വാർഡുകളിലേക്ക് ഒരു മത്സരത്തിന്റെ ഒരു സ്റ്റാറ്റസ്. രമ്യ 14ാം വാർഡ് കാഞ്ഞിരത്തിങ്കൽ AP രാധാകൃഷ്ണനാണ് LDF-ന് വേണ്ടി മത്സരിക്കുന്നത്. അതോടൊപ്പം UDF-ന് വേണ്ടി MA അബ്ദുൾ റഷീദ് മത്സരിക്കുമ്പോൾ NDA-ക്ക് വേണ്ടി അനിൽകുമാർ കണ്ടമ്പുള്ളിയും മത്സരരംഗത്തുണ്ട്. കഴിഞ്ഞ തവണ UDF-ന് 220 വോട്ടിന്റെ ലീഡ് നേടിയ ഒരു വാർഡ് കൂടിയാണ് കാഞ്ഞിരത്തിങ്കൽ. UDF വലിയൊരു ഭൂരിപക്ഷത്തോടു കൂടി തന്നെ വിജയിച്ച വാർഡാണ്. UDF-ലെ അനിത മുരളി 493 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടത്. 2010-ലും അത് കോൺഗ്രസിന്റെ വാർഡ് തന്നെയായിരുന്നു. ഒരുപക്ഷെ കോൺഗ്രസിന് ആധിപത്യമുള്ള വാർഡ് തന്നെയാണ് അതെന്ന് വിലയിരുത്താനായിട്ടാണ്. തീർച്ചയായും കാഞ്ഞിരത്തിങ്കിലും കോൺഗ്രസിന്റെ ഒരു സ്വാധീന മേഖലയാണ്. 220 വോട്ടിന്റെ ലീഡാണ് അവിടെ ലഭിച്ചത്. ശക്തമായ മത്സരം നടക്കാനുള്ള സാധ്യത എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. തെരഞ്ഞെടുപ്പിൽ എല്ലാ കാലവും കോൺഗ്രസ് വിജയിക്കുന്ന ഒരു മേഖല തന്നെയാണ്, അത് പറയാതെ വയ്യ. തെരഞ്ഞെടുപ്പിലെ സ്റ്റാറ്റസ് പരിഗണിക്കുമ്പോൾ അവിടെ കോൺഗ്രസ് എന്തായാലും വിജയിക്കുന്ന ഒരു മേഖല. അവിടെ ശക്തമായ മത്സരം നടത്താൻ ബാക്കിയുള്ള 2 മുന്നണികൾ ശ്രമിക്കുമെന്ന് തീർച്ചയാണ്. എന്തായാലും നല്ലൊരു മത്സരം പ്രതീക്ഷിക്കാം.
15-ാം വാർഡ് ചിറക്കൽ രേഷ്മ ടീച്ചറാണ് LDFന് വേണ്ടി രംഗത്തിറങ്ങുന്നത്. UDFന് വേണ്ടി ഷെർലി ബെന്നി രംഗത്തിറങ്ങുമ്പോൾ BJPക്ക് വേണ്ടി സുജിത അജീഷ് രാജാണ് രംഗത്തിറങ്ങുന്നത്. കഴിഞ്ഞ തവണ LDFന് 35 വോട്ടിന്റെ ലീഡ് നേടിയ ഒരു വാർഡ് കൂടിയാണ് ചിറക്കൽ. LDFിലെ സന്തോഷ് കൊളത്തേരി 508 വോട്ടുകൾ നേടിയാണ് അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടത്. അതായത് 35 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ. CPMന് ആധിപത്യമുള്ള ഒരു വാർഡ് തന്നെയാണ് ചിറക്കൽ. അബ്ദുൾ റഷീദ് UDFിലെ 473 വോട്ടും സുചിത്ര 55 വോട്ടും BJPയിൽ നേടിയെങ്കിലും CPM സ്വാധീന മേഖലയാണ്. വാർഡ് രൂപീകരിച്ച കാലം മുതൽ ചിറക്കൽ വാർഡിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. ആ ഒരു അനുകൂല ഘടകം തീർച്ചയായും CPMനെ തുണയ്ക്കും. ആ ഒരു ആത്മവിശ്വാസം തീർച്ചയായും CPMന് ഉണ്ടാകുമെന്ന് തീർച്ചയായും. 16-ാം വാർഡ് പാലാട്ടുമുറി LDF സ്ഥാനാർത്ഥി സുധീറാണ്. UDFന് വേണ്ടി VP വിദ്യ രംഗത്തിറങ്ങുമ്പോൾ BJPക്ക് വേണ്ടി റോഷൻ അരുണാണ് രംഗത്തിറങ്ങുന്നത്. കഴിഞ്ഞ തവണ 254 വോട്ടിന്റെ ലീഡോട് കൂടി LDF ജയിച്ച ഒരു വാർഡ് കൂടിയാണ് പാലാട്ടുമുറി. CPMന് ആധിപത്യമുള്ള ഒരു വാർഡ് തന്നെയാണ് പാലാട്ടുമുറി. കാരണം വലിയൊരു ഭൂരിപക്ഷത്തോടുകൂടി 254 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് സ്ഥാനാർത്ഥി 254 വോട്ടിന്റെ വലിയ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുക്കപ്പെട്ടത്. ആ വാർഡ് രൂപീകരിച്ചത് മുതൽ പഞ്ചായത്തിലെ ആ വാർഡ് രൂപീകരിച്ച കാലം മുതൽ CPM വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർഡാണ് പാലാട്ടുമുറി. അപ്പൊ അവസാനത്തെ ചിറക്കൽ വാർഡും പാലാട്ടുമുറിയും CPM സ്വാധീന മേഖലയാണ്. അപ്പൊ ഇത്തരം വാർഡുകൾ ചർച്ച ചെയ്യുമ്പോൾ CPMന് സ്വാധീന മേഖല ചില വാർഡുകളുണ്ട്, ഒപ്പം തന്നെ കോൺഗ്രസിന്റെ സ്വാധീന മേഖലയുണ്ട്. ഇവിടേക്ക് എത്രമാത്രം ഇളക്കം സംഭവിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ഇത്തവണത്തെ ഭരണം ആർക്ക് പോകുമെന്ന ഒരു പൊതുവായ ഒരു അനുകൂല സാഹചര്യത്തിലേക്ക് എത്താൻ വേണ്ടി. അതേസമയം BJPയും പല വാർഡുകളിലും ശക്തരായ സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്രവചനത്തിന് അതീതമായ ഒന്നായി തെരഞ്ഞെടുപ്പ് വിധി മാറാനാണ് സാധ്യത. പിന്നെ കോവിഡ് കാലമാണ്, എത്രമാത്രം വോട്ടർമാര് പോളിംഗ് ബൂത്തിൽ എത്തുമെന്ന ആശങ്ക സ്വാഭാവികമായും സംസ്ഥാനത്തെ എല്ലാ മേഖലകളിലും മുന്നണികൾക്കുണ്ട്. അപ്പൊ ഒരു തരത്തിലുള്ള ഒരു ഭാഗ്യപരീക്ഷണമായി ചില വാർഡുകളിലെങ്കിലും തെരഞ്ഞെടുപ്പ് മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. എന്തായാലും കാട്ടകമ്പാൽ പഞ്ചായത്തിൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഒരു ത്രികോണ മത്സരം തന്നെയാണ് നടക്കുക. കാളി ധാരിക വധത്തിന് പോരിനിറങ്ങിയ ഈ മണ്ണിൽ അടുത്തത് രാഷ്ട്രീയ പോരാണ് പൊടിപൊടിക്കുക. സീറ്റ് നിലനിർത്താൻ LDF ശ്രമിക്കുമ്പോൾ അതുപോലെ തന്നെ നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചു പിടിക്കാനുള്ള പരിശ്രമത്തിലാണ് കോൺഗ്രസ്. ഒപ്പം തന്നെ തങ്ങളുടെ ചുണ്ടിനും കപ്പിനുമിടയിൽ നഷ്ടപ്പെട്ട ആധിപത്യം പിടിച്ചെടുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് BJP. സ്കെയിൻ തദ്ദേശത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത അധ്യായത്തിൽ മറ്റൊരു പഞ്ചായത്തിന്റെ രാഷ്ട്രീയ വിശകലനവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.